നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ തിരുവെഴുത്ത്. ഹാ മായ, മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ, മായ സകലതും മായയത്രേ. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ഹാ മായ, സകലതും മായ. ഈ വചനത്തിൽ എന്താണ് മായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബൈബിളിൽ യഥാർത്ഥത്തിൽ മായ എന്നാൽ ശാശ്വതമല്ലാത്തത്, നിലനിൽക്കാത്തത്, ആത്മാവിനെ നിറയ്ക്കാത്തത്, ഇതെല്ലാമാണ് മായ. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, അത് മായയാണ്. ദൈവം നൽകുന്ന സമാധാനമാണ് നിത്യം. എല്ലാം മായ എന്ന് പറയുന്നത് നിരാശയല്ല, തിരിച്ചറിവാണ്. ഈ വചനം നമ്മെ നിരാശപ്പെടുത്തുവാൻ അല്ല, ജാഗ്രതയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നിൽക്കരുത്, ഇതല്ല നിന്റെ അന്തിമ ലക്ഷ്യം, നിത്യമായതിനെ അന്വേഷിക്കും, അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ മൂല്യം ദൈവത്തെ ഭയപ്പെടുക. അവസാനമായി ശലോമോൻ പറയുന്നു, സഭാപ്രസംഗി 12-ാമത്തെ തിരുവെഴുത്തിൽ, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകൾ പാലിക്കുക, മനുഷ്യൻ്റെ മുഴുവൻ കടമേതാണ്. അതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. മായയിൽ നിന്ന് സത്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം നാം പിടിച്ചു, ഇപ്പോൾ നമ്മളെല്ലാം കൈവശമാക്കി. നമ്മൾ കൂടുതൽ സന്തോഷം നേടണം, ലോകത്തെ നമ്മൾ എൻജോയ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ താൽക്കാലിക കാര്യങ്ങളും മായയാണ്. നിത്യമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നിത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിത്യമായിട്ടുള്ള സന്തോഷം നമുക്ക് ലഭിക്കും. താൽക്കാലികമായ കാര്യങ്ങളുടെ പുറകെ, നൈമിഷികമായ കാര്യങ്ങളുടെ പുറകെ, അല്പസന്തോഷത്തിനു വേണ്ടി, ഒരു നിമിഷത്തിനു വേണ്ടി മാത്രം നമ്മൾ ഓടി അതിൻ്റെ പുറകെ പോകുന്നതെല്ലാം മായയാണ്. ഒന്നും നമ്മൾ നേടുന്നില്ല. എല്ലാം ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഓടുന്നു. അതെല്ലാം നമുക്ക് അവസാനം വലിയ ഭാരവും വേദനയും കറയും കളങ്കവുമായി മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവവചനം നമ്മളെ മനസ്സിലാക്കുന്നത് ഉന്നതമായ നിലനിൽക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് മായയല്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഈ വചനപ്രകാരം ക്രിസ്തുവിലാണ് നമ്മുടെ സ്ഥിരത. ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാകുന്നു എന്ന് നമ്മളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു എയിം അതിലൂടെ തന്നെയാണ് വെളിപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. ജീവന്റെ അപ്പം. ഈ ലോകത്തിൽ നമുക്ക് ജീവനുണ്ട്. ഈ ആഹാരവും വെള്ളവും കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നവനെല്ലാം വീണ്ടും വീണ്ടും വിശക്കുകയും വീണ്ടും വീണ്ടും ദാഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം മായ തന്നെയാണ്. ഹാ സകലതും മായ എന്ന വാക്ക് ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ വിളിയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിൽ ആശ്രയം വെക്കരുത്, ദൈവത്തിലാണ് യഥാർത്ഥമായ സമാധാനം. നിത്യമായ ജീവിതമാണ് യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, താൽക്കാലികമായ ലോകത്തിലെ നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ ഓടരുത്. കാര്യം അതെല്ലാം മായയാണ്. ലോകത്തിൽ എത്ര ആർഭാടത്തോടെ ആഡംബരത്തോടെ 1000 ഭാര്യമാരോടുകൂടി ജീവിച്ച ശലോമോൻ പറയുന്നു, ഈ ലോകത്തിൻ്റെ എല്ലാ രുചികളും ആസ്വദിച്ചവൻ പറയുന്നു, സകലതും മായയാണ്. ഹാ ഇതെല്ലാം മായയാണ്. അതുകൊണ്ട് മായയ്ക്ക് വേണ്ടി ഓടി നമ്മുടെ വിലയുള്ള ജീവിതം നഷ്ടപ്പെടുത്തി കളയുവാൻ പല സാഹചര്യങ്ങൾ ക്രിയേറ്റായി വരും. അതുകൊണ്ട് അതിൽ നിന്ന് കണ്ണു തുറന്ന് നമ്മളെ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടുകയാണ് ഈ വചനം. ഇത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ഈ വചനം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ശൂന്യതകൾ,
നമ്മുടെ നിരാശകൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വായിക്കുമ്പോൾ അത് മാറിക്കിട്ടും. ഈ ലോകം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ പലതും നേടിയെന്ന് ചിന്തിക്കുന്ന പലതും യഥാർത്ഥമായിട്ട് നേടി. നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ് സമ്പത്തിന് പറയും. സമ്പത്ത്, പ്രശസ്തി, സൗന്ദര്യം, വിജയം, ബന്ധങ്ങൾ, അധികാരം ഇവയെല്ലാം നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ പുറകെ നമ്മൾ പരക്കം പായുമ്പോഴും അതൊന്നും നമ്മളെ യഥാർത്ഥമായി നിലനിർത്തുന്നില്ല. എല്ലാം നമ്മൾ നേടിയെന്ന് പറയുമ്പോഴും എല്ലാം നമ്മുടെ കൈക്കൊമ്പിൽ നിന്നൊരു നിമിഷം സകലതും വെള്ളം ചോർന്നു പോകുന്നത് പോലെ ചോർന്നു പോകും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഇവിടുത്തെ പരിശ്രമം ഒന്നും പൂർണ്ണതയിൽ മനുഷ്യനെ എത്തിക്കുന്നില്ല. പല പരീക്ഷണങ്ങൾ ചെയ്ത് മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. ഞാൻ സമ്പാദിക്കുന്നു, സമ്പത്ത് സമ്പാദിക്കുന്നു, സന്തോഷം, ഇതൊക്കെ നമ്മൾ ഈ ലോകത്തിൽ നേടുന്നു. പക്ഷേ ഒരിക്കലും ഇതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ മറയുകയാണ്. മായ, സകലതും മായ. ശാശ്വതമല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ ജീവിച്ച് ശാശ്വതമായ നിലനിൽക്കുന്ന നന്മകളെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണാത്ത കാര്യങ്ങൾ നിത്യമായിട്ടുണ്ട്. നിത്യമായി ഒന്നിനെ അന്വേഷിക്കാൻ തക്കോണം നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മെ പണിയുകയാണ്. പ്രിയരെ, ഈ ലോകമെന്ന മായ കണ്ണാടി നോക്കി നമ്മുടെ വിലയേറിയ സമയത്തെ നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ മദ്യപാനത്തിനും ശയനമോഹത്തിനും ലോകത്തിൻ്റെ ആഡംബരത്തിനും ആർഭാടകത്തിനും പേരിനും പ്രശസ്തിക്കും ഒക്കെയുമായി ലോകത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പലതും മായ, സകലതും മായ എന്ന തിരുവെഴുത്തിൽ നമ്മളെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഉള്ള ഉൾബോധം ഈ വചനത്തിലൂടെ നൽകുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ ഓടി വിലയേറിയ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാതെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പൂർണ്ണതയുള്ള സന്തോഷമുള്ള ദൈവകൃപയിൽ നേടിയെടുക്കുവാൻ മനസ്സ് പുതുക്കി ദൈവകൃപയിൽ നേടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന വചനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് മായ, സകലതും മായ ഈ ലോകത്തിൻ്റെ താൽക്കാലികമായി നൈമിഷ്യമായ സുഖങ്ങളുടെ പുറകെ ഓടാതെ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി ജീവിക്കാൻ ഓരോരുത്തരെയും കണ്ണു തുറന്ന് ദൈവം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കണം. അനുഗ്രഹിച്ചാട്ടെ. ഈ വചനങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.